വെൽക്കം ബാക്ക് ടു പൊന്നുരുളി. പോഷകമൂല്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഈ മുരിങ്ങയിലെ പരിപ്പില്ലാത്ത എന്നാൽ പരിപ്പിൻ്റെ അതേ രുചിയുള്ള നല്ലൊരു കറിയാക്കിയാലോ? സ്വാദിഷ്ടമായ മുരിങ്ങയില കറി എങ്ങനെ തയ്യാറാക്കാം എന്നെൻ്റെ വീഡിയോയിലൂടെ കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ആദ്യം തന്നെ മുരിങ്ങയില പറിച്ച് കഴുകി കീടങ്ങളൊന്നും ഇല്ല എന്നുറപ്പ് വരുത്തി വൃത്തിയാക്കി എടുക്കുക. അരപ്പിനായി 1.5 പിടി തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, 4-5 അല്ലി വെളുത്തുള്ളി എന്നിവ കിച്ചടി, പച്ചടി മുതലായ വിഭവങ്ങൾക്ക് അരയ്ക്കുന്നത് പോലെ മഷി പോലെ സ്മൂത്തായി അരയ്ക്കുക. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് പൊട്ടിച്ച ശേഷം ഊരി വെച്ചിരിക്കുന്ന മുരിങ്ങയില കൂടി ചേർക്കുക. ചേർത്ത് ഇളക്കുന്ന ഉടനെ തന്നെ മുരിങ്ങയില പെട്ടെന്ന് വാടുന്നത് നമുക്ക് കാണാം. മുരിങ്ങയില നന്നായി വാടിയ ശേഷം പൊടികൾ ചേർക്കാം. ഒരൽപ്പം മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, വളരെ കുറച്ച് മാത്രം മുളക് പൊടി എന്നിവ ചേർക്കുക. മുളക് ഇവിടെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ, കാരണം ഇത് എരിവിന് പ്രാധാന്യം നൽകുന്നൊരു കറിയല്ല. കാൽഷ്യം, അയൺ മുതലായ പല പോഷകങ്ങളും വളരെ കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്ന മുരിങ്ങയില നല്ലൊരു സൂപ്പർ ഫുഡ് കൂടിയാണ്. നിത്യം ഇത് ആഹാരത്തിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. സാമ്പാറിൽ മുരിങ്ങയില ഉപയോഗിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് മുരിങ്ങയില ഉപയോഗിക്കുന്നത് എന്നൊന്ന് കമൻസിൽ പറയൂ. പൊടികളൊക്കെ മൂത്തു, ഇനി അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് ഉപ്പും മറ്റും പരുവമാണോ എന്ന് നോക്കി നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. തുടക്കത്തിലെ മുരിങ്ങയില ഇട്ടപ്പോൾ അത് വാടുന്നത് കണ്ടെങ്കിലും അത് വേവാൻ കുറച്ച് സമയമെടുക്കും. അതിനാണ് അടച്ചു വെച്ച് വേവിക്കുന്നത്. 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ കറി നല്ലപോലെ വെട്ടിത്തിളച്ചിട്ടുണ്ട്. ചാറും അത്യാവശ്യം കുറുകി. ഇനി ഇത് ഓഫാക്കാം. രുചിയിൽ പരിപ്പ് പോലെയാണെങ്കിലും ഗ്യാസ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാത്ത ഈ കറി ചോറിനൊപ്പം വളരെ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കൂ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.